ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സോഹാർ ബസാറിലേക്കൊരു പോക്ക് പോവാണേ. അന്ന് ഞാൻ സോഹാർ സൂക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ലോങ് വീഡിയോ. ഇത് സോഹാർ ബസാറാണ്. ആ സൂക്കിൽ പോയി നേരെ ഞങ്ങൾ വന്നത് ഈ ബസാറിലോട്ടാണ്. ഇതിപ്പോൾ ഈ അടുത്ത പണി കഴിപ്പിച്ച ബസാറാണ് കേട്ടോ. ഞങ്ങളൊന്നും കേട്ടുകേൾവിയില്ല. ഇത് പ്രവിച്ചേട്ടൻ പറഞ്ഞിട്ട് ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ട ആൾ നോക്കി വെച്ചിരുന്ന സ്ഥലം ഇത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കുട ഇങ്ങനെ നിലയായിട്ട് മേലേക്ക് അടക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതേപോലെ കുടങ്ങൾ നിറച്ച് അകത്തുണ്ട്. സത്യം പറഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ളവർ ഹാൻഡിൽ വിത്ത് കെയറോട് കൂടിയാണ് കയറാൻ കേട്ടോ. അങ്ങാനും വല്ലതും ചവിട്ടി പൊട്ടിക്കുക തല്ലി പൊട്ടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഈ സ്ഥലത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇങ്ങനെ കുട നിരത്തി വെച്ചിരിക്കുന്നതും ഇതേപോലെ ലോങ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉള്ളതാണ് കേട്ടോ. ഇത് രസമൊക്കെ കാണാനല്ലേ. കയറി ഉപ്പാടിളകി. പണ്ടൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കിൽ ഓടിച്ചാടി കയറായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. 30 കഴിഞ്ഞതിൻ്റെ ക്രിക്കർ സൗണ്ട് എപ്പോഴും ഉണ്ടാവും എൻ്റെ കാലിൽ. അച്ചപ്പത്തിനൊക്കെ ഇതിലും കുറവ് സൗണ്ടായിരിക്കും. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ലോങ് വീഡിയോ കേട്ടോ. പിള്ളേരൊക്കെ അവിടെ ഓടി കളിക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു ഏരിയ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് ഓടി കളിക്കാൻ പറ്റാവുന്ന രീതിക്ക്. ഇത് അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോൾ ഉള്ള വ്യൂ ആണ്. നിറയെ ലൈറ്റും എല്ലാം വെച്ച് നല്ലൊരു ഏരിയ. നിറയെ കുടം ചെരിഞ്ഞിരിക്കുന്നു, കമന്നിരിക്കുന്നു, നിരത്തി വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്ത ആൾക്ക് കുടത്തിൽ ആരോ വിഷം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇമാതിരി കുടങ്ങളൊന്നും നിങ്ങളൊന്ന് നോക്കിക്കുക ഗൈസ്. ഇരുന്നാ കുടം, നടന്നാ കുടം, കിടന്നാ കുടം, എല്ലായിടത്തും കുടം. പക്ഷെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നല്ല വൈബുള്ളൊരു ഏരിയ. ആസ്തറ്റിക് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ലുക്ക്. കുടം വെച്ചവരെ പറയാൻ പറ്റില്ല. എന്താ പൊളി ലുക്കല്ലേ കൊടുക്കണേ കുടം. ഫാമിലീസിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നടന്നിങ്ങനെ രസിച്ച് കാണാം. പക്ഷെ ഇപ്പം പറ്റില്ല കേട്ടോ. ഇപ്പം നല്ല ചൂട്ടത്ത് ഉഷ്ണിച്ച് ചത്തുപോകും. പക്ഷേ ചൂടൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒമാനിലുള്ള ആർക്കായാലും ഒന്നൊരു തവണയെങ്കിലും വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ബസാർ. നിങ്ങളീ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നില്ലേ, അവിടെ നിന്ന് നേരെ കാണുന്നത് ഈ വ്യൂ ആണ് കേട്ടോ. നിറയെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് കുറേ കുഞ്ഞു ഷോപ്പുകളുണ്ട്. പക്ഷേ ഇത് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ ഇത് എത്ര മാത്രമേ ഉള്ളല്ലേ എന്നുള്ള പുച്ഛത്തിൽ നടക്കുമ്പോഴാണ് ദാണ്ടർ കാണുന്നു. ഉള്ളിൽ ഒമാനികൾ വിന്യസിച്ച് ഉലാത്തിക്കൊണ്ടിരിക്കുന്ന വിശാലമായ ഷോറൂം. ഇതിൻ്റെ അകത്ത് വന്നാലേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ പോകാൻ നിന്ന ആൾക്കാരാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഉള്ളിലും കൂടെ ഒന്ന് എത്തി നോക്കിയിട്ട് പോവാം എന്ന് വിചാരിച്ചു. നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു പുച്ഛഭാവമാണ് ഒമാനികളുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയത്. കാരണം ഒമാനീസ് അല്ലാതെ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഒമാനി സ്കൂളിൻ്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷനൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, പിള്ളേർ കലക്കി. ഈ തെങ്ങ് കണ്ട നിങ്ങൾ എന്ത് രസമാണല്ലോ. ഒമാനികളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ഞാൻ ഇംഗ്ലീഷിൽ 4 വർത്താനങ്ങൾ പറഞ്ഞു. കാണാൻ ലുക്കിലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാന്ന് അവരൊന്നും അറിയിക്കണ്ടേ. തൊങ്ങല് പിടിച്ച സാധനം എവിടെന്ന് കിട്ടുന്നു ഞാൻ ആ പെങ്കൊച്ചിനോട് ചോദിച്ചു. അത് ഞാൻ നിനക്ക് മേടിച്ചു തരാം മകളെ എന്നും പറഞ്ഞ് എൻ്റെ കെട്ടിയോൻ എന്നെ അവിടെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് സ്കൂട്ടായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ ആ വലിയ സ്റ്റെപ്പ് പടിക്കെട്ട് കയറിയില്ലേ, അങ്ങനെ നേരെ ചെന്നതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ്കലേറ്റർ വഴി ഇറങ്ങി താഴെ ഗ്രൗണ്ട് ഫ്ലോർ. അടുത്ത കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സൈഡിലൊക്കെ ഇടയ്ക്കും തലക്കായിട്ട് കുടം വെച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചൊരു ഭ്രാന്താന്ന്. പിന്നെയാണ് എൻ്റെ കെട്ടിയവൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് നിറച്ച് ചില കുടങ്ങളിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പിന്നീട് അവർ നല്ല ചെടിയൊക്കെ വെച്ച് നല്ല സെറ്റാക്കും, നല്ല വൈബുള്ളൊരു ഏരിയയാക്കി മാറ്റും. കാരണം നിറയെ കുടങ്ങളാണ്. ഇതിലൊക്കെ ചെടി വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും കാണാൻ. ഇതുണ്ടോ, എൻ്റെ കയ്യിൽ ഫൗണ്ടേഷൻ തീരെയില്ല. ഞാൻ ആകെ കൂടി യൂസ് ചെയ്യുന്നത് കൺസീലറാണേ. അത് അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഫൗണ്ടേഷൻ പോകുന്ന വഴിക്ക് ഒരു കടയിൽ നോക്കാമെന്ന് വിചാരിച്ച് കയറിയപ്പോഴേ അവിടെ ഒരു പെണ്ണ് നിന്നിട്ട് എല്ലാം വിവരിച്ച് തരുന്നുണ്ട്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. സംഭവം അതല്ല കേട്ടോ, ആ പെണ്ണിന് എന്നെ ബോധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നത്. ആ ലേഡി കാണിച്ചെന്ന ഷെയ്ഡുകളും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസിങ് ആയിരുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ വെറുതെ ഇരിക്കണം. ആ പെണ്ണിന് ഇത്തിരി പണി കൊടുത്തല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തിയിൽ ഞാനൊന്നും മേടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി. സംഭവം കാട്ടാ തിരക്കേടില്ലാത്ത കടയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, ചുറ്റിയടിച്ച് ഞാൻ കാണിച്ചാരേ. കാര്യം ഇതുവരെയായിട്ടും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഷെയ്ഡ് അത്ര കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായില്ല. ഈ ഫൗണ്ടേഷനൊക്കെ മേടിക്കുമ്പോൾ ആരെങ്കിലും അറിയാവുന്നവർ കൂടെ വേണമെന്ന് പറയുന്നത് വെറുതെ അല്ല. ദേ ചന്ദ്രേട്ടൻ നമ്മളെ നോക്കിയിരുന്ന് ചിരിക്കുന്ന കണ്ടോ നിങ്ങൾ? ചന്ദ്രൻ തന്നെയല്ലേ, ചൊവ്വയൊന്നും അല്ലല്ലോ. ഈ ബസാറിൽ ആ കുടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഒരു ഏരിയ ഉണ്ടോ. മേലെ കാണുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും താഴെ നിറയെ കുടങ്ങളും എല്ലാം കൊണ്ടും കണ്ണിന് നല്ല കുളിർമയാകുന്ന കാഴ്ച. ഫോട്ടോ എടുക്കുന്നവർക്കും വീഡിയോ എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്പോട്ട്. അപ്പോൾ നമ്മളെങ്ങനെ ഇവിടെ നിന്ന് കണ്ടില്ല എന്ന് വെച്ച് പോവാം. ഞങ്ങളെടുത്ത് കുറേ വീഡിയോയും ഫോട്ടോസും. ഞങ്ങൾക്ക് ഏരിയ അങ്ങ് വല്ലാണ്ടങ്ങ് ബോധിച്ചുകൊണ്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയതട്ടോ. അപ്പോൾ ഈ വീഡിയോ ഈ ഒമാനിലുള്ളവർക്കും ഒമാനിൽ സന്ദർശിക്കാൻ വരുന്നവർക്കൊക്കെ ഒരു ഉപകാരമായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടോട് കൂടി നിർത്തുവാണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ കേട്ടോ. ബൈ ബൈ.